നമസ്കാരം. ഇത് ഞായറാഴ്ചയല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടാകുന്ന ദിവസമാണ്. സ്കൂളിൽ പോകുന്നവരുടെയൊക്കെ തലയിൽ നിറച്ച് പെയിനും കാണും. അങ്ങനെയുള്ള അമ്മമാർക്കൊരു ആശ്വാസമായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് വേപ്പിലയാണ്. വേപ്പിലയും വേണം, തുളസിയിലയും വേണം. അപ്പം നമ്മുടെ വീട്ടിൽ വേപ്പില ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അമ്മണിയമ്മൂമ്മയുടെ വീട്ടിൽ പോയി കുറച്ച് വേപ്പിലയൊക്കെ പറിച്ചിട്ട് വരണം. തുളസിയില. അപ്പോൾ അമ്മണിയമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് വേപ്പില എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുടിയുടെ അനുസരിച്ച് വേണം വേപ്പിലയും തുളസിയിലയും എടുക്കാൻ. അപ്പോൾ വേപ്പില എടുത്ത് ഇനി കുറച്ച് തുളസിയിലയും കൂടെ പറിച്ചുകൊണ്ട് വേണം ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം അതിനകത്തൊക്കെ ചിലന്തി വലയൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പം ഇത് ഓരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലന്തി ഇലയൊക്കെ ഉണ്ട്. വേപ്പിലയ്ക്കകത്ത് മാത്രമേ ഉള്ളായിരുന്നു. തുളസി ഇല ഞാൻ പറിച്ചെടുത്തപ്പോഴെല്ലാം നോക്കിയാണ് എടുത്തത്. എന്നാലും വലുതായിട്ട് വേപ്പിലയ്ക്കകത്തും അഴുക്കൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇതിന് ഇച്ചിരി വെളിച്ചെണ്ണയാണ് വേണ്ടത്. വെളിച്ചെണ്ണയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പം വീണതാണ് ഇതിനകത്ത് പൂ. ഇതിങ്ങനെ എടുത്ത് വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അരകല്ല് കുറേ കാലമായിട്ട് ഉപയോഗിക്കാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചതൊന്ന് കഴുകിയൊക്കെ എടുത്താണ്. അപ്പോൾ ഇനി നന്നായിട്ട് അരച്ചെടുത്തിട്ട് വേണം ഇത് തലയിൽ തേക്കാനായിട്ട്. കുറേശ്ശെ വാരിയിട്ട് അരച്ച് വടിച്ചു എല്ലാം എടുത്തു. ഇത് ഒരു പാളയാണ്, ഇതിൻ്റെ വീക്ക്നെസ്സാണ്. ഞാനത് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടെല്ലാം മിക്സ് ചെയ്ത് എടുത്തു. ഇനി മോളുടെ തലയിൽ ഇത് തേച്ച് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇവളുടെ തലയിൽ ഉള്ള ഈരൊക്കെ ഇരിപ്പുണ്ട്. നന്നായിട്ട് ഈരും പെയിനുമൊക്കെ ഉണ്ട്. നന്നായിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നല്ല കുറവുണ്ട്. പിന്നെ ഞാൻ നീരിയിട്ട് കാണിക്കാം. കുറച്ചേറെ പെയിൻ കിട്ടി ഈരിയിട്ടപ്പോൾ തന്നെ അത് വീണ് കിടക്കുന്ന കണ്ടില്ലേ. ഇനി ഇത് മോളുടെ മുടിയിൽ നന്നായിട്ടിത് തേച്ച് പിടിപ്പിക്കണം. നല്ല ഓരോ മുടിയിലും തലയൊട്ടിയിലും ഒക്കെ ഇത് നന്നായിട്ട് വാരി തേച്ച് പിടിപ്പിക്കണം. അപ്പം നമ്മൾ ഓരോരുത്തരുടെയും മുടി അനുസരിച്ച് വേണം എടുക്കാൻ. കുറച്ച് മുടിയുള്ളവർക്കാണെങ്കിൽ കുറച്ച് എടുക്കണം. നന്നായിട്ട് തിക്കായിട്ട് മുടിയുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കണം. ഇതെല്ലാം ഞാൻ എടുത്ത് വാരി കെട്ടി വെച്ചു. ഇനി ഒരു കവറ് ഇടാമെന്നുണ്ടെങ്കിൽ ഈർപ്പം പോകാതെ അവിടെ ഇരിക്കും. അപ്പം ഒരു മണിക്കൂർ ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് ഇനി ഇച്ചിരി ഹെർബൽ ഷാമ്പു ഒഴിച്ച് ഞാനതൊന്ന് കഴുകി കളഞ്ഞ് ഇനി അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തോർത്ത് ഇനി നമുക്ക് നീര് നോക്കാം പേനുണ്ടോ എന്നുള്ളത്. അപ്പം ഈരി കഴിഞ്ഞിട്ട് വലുതായിട്ട് പെയിനൊന്നും ഇല്ല. അവളുടെ തലയിൽ പറ്റിയിരുന്ന ഇലകളാണ്. അപ്പോൾ ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഒരു പെയിനെ പോലും കിട്ടിയിട്ടില്ല. നല്ല ഫലപ്രദമായിട്ടുള്ളൊരു റെമഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ്